സംസ്ഥാനത്ത് തദ്ദേശ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF നേട്ടം. 3 പഞ്ചായത്തുകൾ LDF നിന്ന് UDF പിടിച്ചെടുത്തു. ഇടുക്കി കരിമണ്ണൂർ, തൃശൂരിലെ നാട്ടിക, പാലക്കാട് തച്ചമ്പാറ പഞ്ചായത്തുകളാണ് LDF ഭരണം നഷ്ടമാവുക. കായംകുളം പത്തിയൂരിൽ UDF അട്ടിമറി വിജയം നേടി. കൊടുങ്ങല്ലൂർ നഗരസഭയിലെയും വെള്ളറട പഞ്ചായത്തിലെയും സിറ്റിംഗ് സീറ്റുകൾ BJP നിലനിർത്തി. സൂരജ് സജി, എബിൻ ജോസ്, നിഖിൽ പ്രമേഷ്, മനീഷ് മഹിപാൽ എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. നിഖിൽ പ്രമേഷിന്റെ കാര്യം, നിഖിൽ, ചാലിശ്ശേരിയിലെയും തച്ചമ്പാറയിലെയും ഏറ്റവും ഒടുവിലത്തെ ടാലി എങ്ങനെയാണ്? വിജയപ്രഖ്യാപനം നടന്ന വാർഡുകൾ ഏതൊക്കെയാണ് നിഖിൽ? കാശ്മി, തച്ചമ്പാറയിലാണ് ഏറ്റവും വലിയൊരു സസ്പെൻസ് നിലനിന്നത്. തച്ചമ്പാറയിൽ CPM-ന് ഭരണം നഷ്ടമായിരിക്കുന്നു. പഞ്ചായത്ത് ഭരണം LDF-ന് നഷ്ടമായിരിക്കുകയാണ്. തച്ചമ്പാറ 4-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥി വിജയിച്ചതോടുകൂടിയാണ് അത്തരത്തിലുള്ള ഒരു സാഹചര്യം രൂപപ്പെട്ടത്. കോൺഗ്രസിലെ അലി തേക്കത്ത് CPI സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചാണ് അവിടെ അട്ടിമറി വിജയം നേടിയിരിക്കുന്നത്. 15-അംഗ ഭരണസമിതിയിൽ UDF-ന് ഇപ്പോൾ 8 പേരുടെ പിന്തുണയാണ് ലഭിച്ചിരിക്കുന്നത്. CPI അംഗം രാജിവെച്ച് BJP-യിൽ ചേർന്ന സാഹചര്യത്തിലാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഈ ചാലിശ്ശേരി പഞ്ചായത്തിൽ 9-ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി K. സുജിത വിജയിച്ചു. അവിടെ ഭരണമാറ്റമില്ല. UDF സിറ്റിംഗ് സീറ്റായിരുന്നു, അത് അവർ നിലനിർത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഫലം വന്ന മറ്റൊരു വാർഡ് എന്ന് പറയുന്നത് കൊടുവായൂർ പഞ്ചായത്തിലെ 13-ാം വാർഡാണ്. അവിടെ LDF സീറ്റ് നിലനിർത്തിയിരിക്കുകയാണ്. എന്തായാലും ജില്ലയിലെ ആകെ സ്ഥിതി പരിശോധിക്കുമ്പോൾ 2ഇടത്ത് UDF-ന് മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു. അതിൽ ഒരു LDF സീറ്റ് പിടിച്ചെടുത്തു എന്ന് മാത്രമല്ല, പഞ്ചായത്ത് ഭരണം കൂടി പിടിച്ചെടുക്കുന്ന സാഹചര്യമാണ് UDF-ന് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ജില്ലയിൽ ആകെ പരിശോധിക്കുമ്പോൾ UDF മുന്നേറ്റമാണ് കാണാൻ കഴിയുന്നത്. കാശ്മീർ.